ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ സ്വേച്ഛാധിപതികളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ജിസയിലും നമ്മുടെ നെവിനുമാണ് സ്വേച്ഛാധിപതികൾ. അതായത് ഇനി നമ്മുടെ ബിഗ് ബോസ് വാഴാൻ പോകുന്നത് ഇവർക്കായിരിക്കും പലതരത്തിലുള്ള പ്രത്യേക പവറുകളും മറ്റുള്ള കണ്ടസ്റ്റൻസിനെല്ലാം ഭരിക്കാനും അവർക്ക് മേലുള്ള അധികാരവും മൊത്തം എല്ലാം ലഭിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കായിരിക്കും. അതോടൊപ്പം തന്നെ പണിപ്പുരയിൽ ഉൾപ്പെടെ ഇവർക്ക് കയറി മെഴുകാം. അതായത് എന്തും ഡ്രസ്സും എല്ലാം ഇവർക്കുള്ളതെല്ലാം കിട്ടാൻ വേണം. അതെല്ലാം ഡീൽ ചെയ്യാൻ പോകുന്നത് ഇനി ജിസയിലും നെവിനും ആയിരിക്കും. അതോടൊപ്പം തന്നെ അപ്പാനി ശരത്തിനെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തു. ഈ സ്വേച്ഛാധിപതികളുള്ളപ്പോഴത്തേക്ക് പിന്നെ അപ്പാനി ശരത്തിന് എന്ത് പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്ത് ക്യാപ്റ്റൻസിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ അഹങ്കാരത്തിന് കാലും കൈയും വെച്ച് കഴിഞ്ഞാൽ എന്താണോ അതാണ് നമ്മുടെ ആര്യന്റെ പെർഫോമൻസസ് ഇന്നും തുടരുകയാണ്. ഒരാളെയും ഒരു രീതിയിൽ ബഹുമാനിക്കത്തില്ല. ലാലേട്ടനെ പോലും ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു, ബിഗ് ബോസിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു, ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിനോടെല്ലാം പുച്ഛം മാത്രം. ഇതൊക്കെയാണ് നമ്മുടെ ആര്യന് ഉള്ള പ്രത്യേകതകൾ. എന്തായാലും വളരെ നന്നായിരിക്കട്ടെ, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ആര്യന് അവിടെ നിന്ന് പോകണോ വേണ്ടേ എന്നുള്ളത്. അതോടൊപ്പം തന്നെ നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന 7 പേരെയാണ്. അതിലൊരു ട്വിസ്റ്റും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും വേണം. സോ ആദ്യം തന്നെ 3 റൗണ്ടുള്ള മത്സരങ്ങളാണ് നടന്നത്. ആ 3 റൗണ്ടുള്ള മത്സരങ്ങളിൽ നിന്നായിരുന്നു ഈ 2 സ്വേച്ഛാധിപതികളെ നമ്മുടെ ബിഗ് ബോസ് തെരഞ്ഞെടുത്തത്. അതായത് നിവിനും നമ്മുടെ ജിസയിലും അതോടൊപ്പം തന്നെ ക്യാപ്റ്റനായിട്ട് ശരത്തും. ഇതിൽ ആദ്യം മുതൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആര്യനെ പറ്റിയിട്ടാണ്. ആര്യൻ്റെ ഒരു ബിഹേവിങ് നേച്ചറും യഥാർത്ഥ ക്യാരക്ടർ എക്സ്പോസ് ചെയ്ത് തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ച മുതലാണ്. പ്രോപ്പർലി പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ എക്സ്പോസ് ചെയ്ത് അതിനുശേഷം ഓരോ ദിവസവും പുള്ളിക്കാരന് വെറുക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഇത്രയും ബഹുമാനമില്ലാത്ത അല്ലെങ്കിൽ ഇത്രത്തോളം ബാഡ് ബിഹേവിങ് ഉള്ള ആരെയും ഒരു രീതി എല്ലാവരെയും ഒരു പുച്ഛഭാവത്തോട് മാത്രം കാണുന്ന ഒരു വ്യക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ബിഗ് ബോസിൽ ഇത്ര ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും സീസൺ ആയിട്ട് വന്നിട്ട് ഇത്രയും ബഹുമാനമില്ലാത്ത ലാലേട്ടൻ ഇൻസൾട്ട് ചെയ്യുന്നു. ലാലേട്ടൻ ഇൻസൾട്ട് ചെയ്ത വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ലാലേട്ടൻ എന്തൊക്കെ പറഞ്ഞത്, ലാലേട്ടൻ എന്നെ എടുത്ത് നോമിനേഷനിൽ ഇട്ടു, എന്നോട് മാത്രം എന്താണ് ഈ പക്ഷപാതം, ബാക്കിയുള്ളവരോടൊന്നും ഒരു പക്ഷപാതം ഇല്ലല്ലോ, പിന്നെ ഇനിയിപ്പം ലാലേട്ടൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കൂടിപ്പോയാൽ എന്നെ എടുത്ത് പുറത്തിട്ട് കളയും, ഇതൊക്കെയല്ലേ കൂടിപ്പോയാൽ ചെയ്യുന്നത് എങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നതാണ് അവൻ്റെയൊക്കെ ഒരു മുട്ട. അത് ബിഗ് ബോസിന് ഉദ്ദേശിച്ചാണോ ലാലേട്ടൻ ഉദ്ദേശിച്ചാണോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പൂരിപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് പറഞ്ഞേക്കോളത് അവൻ്റെയൊക്കെ ഒരു മുട്ട. ഒന്നുകിൽ ബിഗ് ബോസ് അതല്ലെങ്കിൽ ലാലേട്ടൻ. അത് നമുക്ക് പ്രേക്ഷകരുടെ ഡിസ്ക്രിപ്ഷനിൽ വരും ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. പിന്നെ രാവിലെ മുതൽ അനീഷുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അനീഷ് അതായത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ്. അതായത് ടാസ്ക് വിജയിച്ച് കിട്ടിയ ഭക്ഷണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ട് പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് 90% കഴിച്ചിട്ട് ബാക്കിയുള്ള 10% ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കി. അതിന് ചോദ്യം ചെയ്ത അനീഷിനെ നീ പോടാ അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യുന്നുള്ളൂ, അങ്ങനെയുള്ളൊരു ബിഹേവിയറിലാണ്. എല്ലാവർക്കും ഹൗസിലുള്ള ഫുഡും ഭക്ഷണവും ടാസ്ക് ചെയ്ത സാധനങ്ങളെല്ലാം ഈക്വലി ട്രീറ്റ് ചെയ്യേണ്ട സാധനമാണ്. അത് ചോദ്യം ചെയ്യുന്നതിന് ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാം, വഴക്ക് കൂടാൻ, അങ്ങനെ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ബാഡ് ബിഹേവിയർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ അനുവിന് നിന്റെ സീരിയൽ ആക്ടിങ് ഇങ്ങോട്ട് വരേണ്ട, അനുവിൻ്റെ ചാടി കടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് നമ്മുടെ തൊപ്പി എടുത്ത് മാറ്റാനായിട്ട് അനൗൺസ് ചെയ്ത്, ഇനി മുതൽ തൊപ്പി വെക്കേണ്ടെന്ന് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് ഇനിയും എനിക്ക് വെക്കണം ബിഗ് ബോസ്, ഇനിയും പറ്റൂ ബിഗ് ബോസ് എനിക്ക് വെക്കാൻ, വീണ്ടും ദാർഷ്ട്യത്തോടുള്ള ബിഗ് ബോസിനോടുള്ള പെരുമാറ്റം. അത് കഴിഞ്ഞതിന് ശേഷം നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടിയപ്പോഴത്തേക്ക്, അതായത് നോമിനേറ്റ് ചെയ്യാനായിട്ട് ജിസയിലും നിവിനും അവസരം കൊടുത്തപ്പോൾ അവർ സെലക്ട് ചെയ്ത്, അവർക്ക് 7 പേരെ സെലക്ട് ചെയ്യായിരുന്നു. അതിൽ ഒരാളെ സെലക്ട് ചെയ്ത ആര്യനാണ്. എനിക്ക് വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ്, ബിക്കോസ് ജിസയിൽ പറഞ്ഞു ലാസ്റ്റ് വീക്കിലെ പെർഫോമൻസ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ദാർഷ്ട്യത്തോടുകൂടി ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ്. ഇതൊക്കെയാണ് ആര്യൻ്റെ ഒരു നേച്ചർ. എന്തായാലും ഒന്നും പറയാല്ല ആര്യനെ പറ്റി. എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ജിസയിലിനും നമ്മുടെ നെവിനും ബിഗ് ബോസ് കൊടുത്ത പ്രിവിലേജ് എന്ന് പറയുന്നത് നോമിനേഷനിലേക്ക് ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 7 പേരെ ഇവർക്ക് സെലക്ട് ചെയ്യാം. ആ 7 പേർക്ക് മാത്രമേ ഹൗസിലുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലസ് അത് കൂടാതെ ഇവർക്ക് 2 പേർക്കും ചേർന്ന് 2 പേരെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇവർ നോമിനേറ്റ് ചെയ്തത് ആദിലയും അഭിലാഷിനെയാണ് 2 പേരെ നോമിനേറ്റ് ചെയ്തത്. അതുകൂടാതെ ഇവർ സെലക്ട് ചെയ്ത 7 പേരെന്ന് പറയുന്നത് ഒണിയിൽ, അനീഷ്, അക്ബർ, നമ്മുടെ ഷാനവാസ്, ബിന്നി, ആര്യൻ, റന, അതോടൊപ്പം ക്യാപ്റ്റനായിട്ടുള്ള ശരത്ത് ഓൾറെഡി ഉണ്ടല്ലോ. സോ ഇവരെയാണ് നോമിനേഷൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത്. ഇവരെല്ലാം കൂടി നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്ത് എടുത്തേക്കുന്നത് ആദിലും, അതായത് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്നത് ഇവരെല്ലാം സെലക്ട് ചെയ്ത് വന്നേക്കുന്നത് ആദില, അഭിലാഷ്, നമ്മുടെ ആര്യൻ, നൂറ, റന, ബിന്നി, ഒണിയൽ, ഇവരൊക്കെയാണ് ഇത്തവണത്തെ നോമിനേഷൻ ഉള്ളത്. ഇവരിൽ ഒരാളായിരിക്കും പുറത്തു പോകുന്നത്. അതിൽ രേണുവിൻ്റെ കാര്യത്തിൽ എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് രേണു പുറത്തു പോകണം എന്നുള്ളതാണ്. കാരണം രേണു ഇന്നും അവിടെ കിടന്ന് രാവിലെ മുതൽ കരച്ചിലാണ്. അവരെ കൊണ്ട് ഒട്ടും പറ്റുന്ന പരിപാടിയല്ല ഈ ബിഗ് ബോസ് ഷോ. അവർ രാവിലെ മുതൽ കിടന്ന്
വീട്ടിൽ പോകണം. ബിഗ് ബോസ് വീണ്ടും എല്ലാ ആഴ്ചയിലുള്ള പരിപാടിയാണ്. ബിഗ് ബോസ് വീണ്ടും കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നു, കുറേ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും, കുറേ രീതിയിൽ സൈക്കോളജിക്കലി ടിപ്സ് കൊടുക്കും, ഒരു കുഴപ്പമില്ല, കളിച്ച് മുന്നേറും, നിങ്ങൾക്ക് ഒരുപാട് പിന്തുണയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ മോട്ടിവേറ്റ് ചെയ്യും. രണ്ടാമത്തെ ദിവസം മുതൽ വീണ്ടും ഇവർ പ്രത്യേകിച്ച് ആ ഷോയ്ക്ക് ഒരു രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനും കൊടുക്കുന്നില്ല. അവരൊരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല, അവരെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. ഫാൻസ് അവർക്ക് ഒരുപാടുണ്ടെന്ന് അറിയാം. വെളിയിൽ അവർക്ക് വന്നതിന് ശേഷം അവർ ആൽബംസ് അല്ലെങ്കിൽ ആക്ടിങ് മേഖല, അതൊക്കെയാണ് അവരുടെ ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നൊരു മേഖല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അവർ പുറത്തു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ബാക്കിയുള്ളവർക്കെല്ലാം അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പം കണ്ടന്റുകൾ കൂടുതൽ കൊടുക്കുന്നില്ലായിരിക്കും, പക്ഷെ സ്റ്റിൽ അവർക്ക് അവിടെ നിൽക്കണമെന്നെങ്കിലും രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അവരെക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രേണു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് തീർച്ചയായും പ്രേക്ഷകരും ഉറപ്പായിട്ടും രേണുവിൻ്റെ ഫാൻസ് ആണെങ്കിൽ പോലും അവർ വോട്ട് ചെയ്യരുത്. ബിക്കോസ് അവരുടെ മാനസികാവസ്ഥ അത്ര ബാഡാണ്. എത്ര ദിവസം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഇങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇതൊക്കെ ആയിരുന്നു ഇന്ന് മെയിൻലി സംഭവം നടന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അനുവിന് അടുക്കളയിലെ പ്രേതം കയറി അനുവിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവർ എന്തു വന്ന് പറഞ്ഞാലും അനു ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ നെവീനും ജിസയിലും പറയുന്ന അവർക്കുള്ള പ്രിവിലേജ്, അധികാരം ഉപയോഗിച്ചിട്ട് പറയുന്നത് പോലും ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ക്യാപ്റ്റൻ ശരത്ത് പറയുന്നത് ഒരു കാര്യത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറല്ല. ഇവർക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാവത്തില്ല. അനു മൊത്തത്തിൽ കിളി പറഞ്ഞിരിക്കണോ എന്തോ. കിച്ചണിൽ കയറിയ പുള്ളിക്കാരിയാണ് അവിടുത്തെ റാണി, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് എല്ലാം ചെയ്യണം, ബാക്കി ആർക്കും ഒന്നും അഭിപ്രായം പറയാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അനുമോൾ ഇപ്പോൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ കിടന്ന് കരയുകയും ചെയ്യും. ഇത് ഒട്ടും ഫെയർ അല്ല. കാരണം ബിഗ് ബോസ് ഒരു ഫോർമാറ്റ് വെക്കുമല്ലോ, അതായത് സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതൊക്കെ കേൾക്കണം. ക്യാപ്റ്റൻ ഒരു പവർ ഉണ്ട്, അത് തീർച്ചയായിട്ടും ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കണം. അല്ല ബിഗ് ബോസ് പറഞ്ഞാലേ കേൾക്കൂ എന്നൊക്കെ പറയുന്നത് റോങ് ആണ്. അതൊക്കെയാണ് അനു എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പോയിരുന്ന് കരയും. സ്വാഭാവികമായിട്ടും എല്ലാ തവണയും ഉള്ളതാണ്. ഇതൊക്കെയാണ് ഇന്ന് സംഭവം നടന്നത്. പക്ഷേ ഇപ്പോഴും ബിഗ് ബോസിന്റെ ഒരു 3 ആഴ്ച പിന്നിടുന്നു. ഇപ്പോഴും ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ ലൈവൊക്കെ കണ്ടുകൊണ്ടിരുന്നത് നല്ല ബോറിംഗ് ആണ്. ഒരു നല്ല രീതിയിലേക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടന്റുകളൊന്നും വരുന്നൊന്നുമില്ല. എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഒപ്പിച്ചെടുക്കുമെന്ന് വേണം പറയാൻ. ഇനി നെവീനും ചെസയിലും വെച്ചിട്ട് വേണം ഈ ഒരാഴ്ചത്തേക്കുള്ള ഈ സ്വേച്ഛാധിപതിയുടെ പവർ ഉപയോഗിച്ചിട്ട് വേണം ഹൗസ് മേറ്റിലേക്കുള്ള കുറേ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ. അതും എനിക്ക് തോന്നുന്നില്ല വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എത്രയും വേഗം വൈൽഡ് കാർഡിനെ കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ താഴ്മയ അപേക്ഷ. ബിക്കോസ് എല്ലാവർക്കും ബോറടിച്ച് തുടങ്ങുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. എനിവേസ്, നാളെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷയോട് കൂടി നാളെ വീണ്ടും കാണാം. ബൈ.